നമസ്കാരം, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം സംസാരിക്കുന്ന വിഷയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിൽ എല്ലായിടത്തും എന്ന വണ്ണം മോദി നടത്തിയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിക്കെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന അവിടെ തുറന്ന വർഗീയ പ്രസംഗങ്ങൾ വലിയ തോതിൽ വാർത്തയും ചർച്ചയുമായതാണ്. അതിന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ മോദി ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഓൾറെഡി അദ്ദേഹം നടത്തിയ ഹെയ്റ്റ് സ്പീച്ചിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രസിഡന്റിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിശദീകരണം ചോദിക്കുകയും അവർ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മോദി പറയുന്നത്, ഞാനൊരു മുസ്ലിം വിരോധിയാണെന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നുവെന്നാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള വിഭജനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചാൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ യോഗ്യത ഇല്ലാതാവുന്നു അവിടെ. പിന്നെ അദ്ദേഹത്തിന് മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പഴയ ഈദാഘോഷത്തിൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് താനൊരു മൈനോറിറ്റിയോട് പ്രശ്നമുള്ള ആളല്ല, വിഭജനം എന്ന ആശയം സംസാരിക്കുകയോ പ്രയോഗവൽക്കരിക്കുകയോ ചെയ്യുന്ന ആളല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ 4 ഘട്ടങ്ങൾ പിന്നിട്ട ശേഷമാണ് ഈ വിശദീകരണം നൽകുന്നത് എന്തുകൂടി കാണണം. അപ്പോൾ മോദി ഇങ്ങനെ അന്യൻ സ്വഭാവത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും വർത്തമാനം പറയുന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം ഔട്ട് ഓഫ് ഫോക്കസിൽ. ദൗസാനും തോന്നുന്നത് എന്താണ്, മോദി വളരെ പർപ്പസ്ഫുള്ളിയും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഈ മുസ്ലിം ഹെയ്റ്റ് എന്ന സംഗതി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം അങ്ങനെയല്ല, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലൊരു പ്രശ്നമില്ല, അവർക്കിടയിലുള്ള വിഭജനത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല, എനിക്ക് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്ന മോദി സാധാരണയിലേക്ക് മോദി മറ്റേത് പറഞ്ഞ് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ. അതിനിടയ്ക്ക് ഇതെന്തിനാവും പറയുന്നുണ്ടാവും? അതിൽ ഞാൻ പലവട്ടം ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ മോഡി എന്ന് പറയുന്ന ആൾ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്ററാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, ഭാഷ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം, അദ്ദേഹം ഒരു കാര്യം പറയാനെടുക്കുന്ന സമയം, ഇതിങ്ങനെയൊക്കെയുള്ള പലതരം അത് നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ വളരെ ഇൻ്റലിജൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ. അപ്പം അദ്ദേഹം ഇപ്പം നിഷാദ് പറഞ്ഞ അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, അല്ല അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനൊക്കെ ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിൽ ഉള്ള സാധ്യതകൾ വെച്ചുള്ള ഒരുപാട് കാൽക്കുലേഷൻസ് അദ്ദേഹത്തിനുണ്ടാകും. മുമ്പ് അദ്ദേഹം ഗുജറാത്തിലെ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം പോകുന്നത് ഒരു ഫെറിയിൽ കയറിയിട്ടാണ് പോകുന്നത്. എന്തിനാണ് ഫെറിയിൽ കയറി പോകുന്നത് അറിയോ? ആ ഫെറി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ടം വന്നതിന് ശേഷം അങ്ങനെ ഫെറി ഉദ്ഘാടനം അങ്ങനത്തെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈയിടെ തുടങ്ങിയ ഫെറിയിൽ കയറി അങ്ങ് പോകുമ്പോൾ എന്താണ് അത് രജിസ്റ്റർ ചെയ്യപ്പെടും. അത് പ്രത്യേകമായി ടെലിവിഷനിൽ വരും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണല്ലോ പുള്ളി കൈലാസത്തിൽ ഹിമാലയത്തിൽ പോയിട്ട് തപസ്സിരിക്കുന്നു. അതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ? ഇലക്ഷൻ കമ്മീഷന് മതത്തെ ഉപയോഗപ്പെടുത്തിയെന്നും പറയാൻ പറ്റില്ല. അത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. പിന്നെ തപസ്സിരിക്കാൻ പോവുക എന്ന് പറയും, ധ്യാനത്തിന് ഇരിക്കാൻ പോവുക എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ധ്യാനത്തിന് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഏത് അമ്പലത്തിലാണ്, ഏത് പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് എന്നതൊക്കെ ശ്രദ്ധിക്കുക. അതിലൊക്കെ അദ്ദേഹം വളരെ പെർട്ടിക്കുലറാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഇലക്ഷൻ ഫേസസിൽ ഏറ്റവും കൂടുതൽ ഏത് കമ്മ്യൂണിറ്റിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പോയി ധ്യാനത്തിലിരിക്കുക. അത് ആജിംസ് സ്ഥിരം പറയുന്ന മാതിരി വിഗ്രഹത്തിൻ്റെ പിറകുന്നുള്ള ഫ്രെയിം വരെ അത് ടെലിവൈസ് ചെയ്യപ്പെടുക, ധ്യാനം ടെലിവൈസ് ചെയ്യപ്പെടുന്ന അസാധാരണമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? അത് എഗെയിൻ ഒരു മികച്ചൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. നോക്കൂ, അദ്ദേഹം ഇന്ത്യയിൽ ട്വിറ്ററിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയക്കാരനാണ്. ട്വിറ്റർ എന്ന് പറയുമ്പോൾ ആരാണ് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ്? എലീറ്റായിട്ടുള്ള നഗരവാസികളായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള പോളിസി മേക്കേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണ് പ്രധാനമായും ട്വിറ്ററിലുള്ളത്. ട്വിറ്ററിൽ സജീവമായ അതേ മോഡി തന്നെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന റേഡിയോയെക്കുറിച്ച് നമുക്ക് ആരെങ്കിലും അതേക്കുറിച്ച് കൺസേൺഡ് ആണോ? റേഡിയോയിലൊരു പ്രോഗ്രാം നടക്കണം, അല്ലെ റേഡിയോയിൽ ഇന്ന് റേഡിയോയിൽ ഇന്ന പ്രോഗ്രാമുകളാണുള്ളത്, ഇന്ന് ആർക്കെങ്കിലും അറിയോ? മുമ്പ് വയലും വീടും ഇങ്ങനെ റേഡിയോ സജീവമായിരുന്ന കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ട്വിറ്ററിൽ സജീവനായി നിൽക്കുന്ന അതേ മോഡി ആണ് മൻ കി ബാത്ത് കൃത്യമായിട്ട് ഒരു ഇൻ്റർവെല്ലും ഇല്ലാതെ അതിൻ്റെ കൃത്യം ഷെഡ്യൂൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം മൻ കി ബാത്ത് നടത്തുന്നു. ആ മൻ കി ബാത്തിന് വേണ്ടി മാത്രമായി നല്ല റിസർച്ച് നടത്താനുള്ള ടീം അദ്ദേഹത്തിനുണ്ട്. രാജ്യത്തിൻ്റെ ഓരോ പ്രഭാഷണത്തിലും ഏതെങ്കിലും ഒരു മുക്കിൽ കിടക്കുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കും. അങ്ങനെ പോവുകയാണ്. അപ്പം ട്വിറ്റർ മുതൽ റേഡിയോ വരെ, ഓൾ ഇന്ത്യ റേഡിയോ വരെ അങ്ങനെ അദ്ദേഹം പോകുന്നു. ഇനി നോക്കൂ, അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാലികൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്.
ധാരാളമായി യാത്ര ചെയ്യുന്നു, ധാരാളമായി റാലികൾ അഭിമുഖീകരിക്കുന്നു. പക്ഷേ നിഷാദ് ശ്രദ്ധിച്ചു നോക്കൂ, ഈ റാലികൾ, ഒരു റാലിയിൽ പ്രസംഗിക്കുമ്പോൾ മോഡി ഇട്ട വേഷമല്ല അടുത്ത റാലിയിൽ ഇടുന്നത്. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ് മാത്രം നമുക്ക് എന്താണ് ഒരു അടിപൊളി കൊളാഷ് ഉണ്ടാക്കാൻ പറ്റും, ഗംഭീരമായുള്ളൊരു കൊളാഷ് ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം 2004 മുതൽ നടത്തിയിട്ടുള്ള റാലികളിൽ അദ്ദേഹം ഉപയോഗിച്ച കോസ്റ്റ്യൂംസ് എടുക്കുക, അതിൻ്റെ സെലക്ഷൻ എടുക്കുക. അത് എന്തിനാണ് ആ കോസ്റ്റ്യൂംസ് തിരഞ്ഞെടുക്കുന്നത്? ചുമ്മാ ഒരു കോസ്റ്റ്യൂം എടുക്കുകയല്ല, അതെവിടെയാണ് പ്രസംഗിക്കുന്നത് എന്നനുസരിച്ചാണ് അദ്ദേഹം കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും. അപ്പോൾ ഈ പറയുന്ന നിഷാദ് പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ച് വരുന്നത് എപ്പോഴാണ്? തുടക്കത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നാം ഘട്ടം കഴിയുമ്പോഴാണ് ചില സംഗതികൾ സ്മെൽ ചെയ്യുന്നത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, വോട്ടിംഗ് പെർസെൻറ്റേജിലെ വേരിയൻസ് ഒക്കെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ നിലപാടിലേക്ക്, അദ്ദേഹം എങ്ങനെയാണോ മോഡിയായി വളർന്നു വന്നത് അതിലേക്ക് അങ്ങ് പരകായ പ്രവേശം സംഭവിക്കുകയാണ്. ഗുസ്പേട്ട് എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ താലിമാല മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു, ഗുസ്പേട്ടുകൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നു. അതും കൂടെ നമ്മൾ കാണാം. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കിടയിൽ വളർന്നു വരുന്നത് എങ്ങനെയാണ്? ലോഹ് പുരുഷ് എന്ന ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അയൺ മാൻ, 56 ഇഞ്ചുള്ള ഒരു ലോഹ് പുരുഷ് ആയിട്ടാണ്. അത് ഗുജറാത്തിൽ ലോഹ് പുരുഷാണ് വർക്കാവുക. പക്ഷേ നാഷണൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ലോഹ് പുരുഷിനേക്കാൾ വർക്കാവുന്ന എന്താണ്? വികാസ് പുരുഷാണ്, മാൻ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു. 2014 അദ്ദേഹത്തിന് വേണ്ടി ആപ്കോ വേൾഡ് വൈഡ്, ആപ്കോ വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഏജൻസിയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ വർക്കുകൾ, PR വർക്കുകൾ ചെയ്യുന്നത്. അവർ പ്രധാനമായി ഊന്നിയത് എന്താണ്? വികാസ് പുരുഷ് ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ലോഹ് പുരുഷ് അല്ല, വികാസ് പുരുഷ് ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. പക്ഷേ 2 ടേം ഭരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു വികാസ് പുരുഷിൽ നിന്ന് സംഭവിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഡെലിവറൻസ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാവുമെന്ന് കാണുമ്പോഴാണ് അദ്ദേഹം പഴയ ലോഹ് പുരുഷ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഈ പറയുന്ന നിരന്തരമായിട്ട് ഹേറ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളായിരിക്കും, ദർഗാസ് ടെൻഡർ കൊടുത്ത മുസ്ലിങ്ങൾക്കായിരിക്കും, സംവരണം മുഴുവൻ മുസ്ലിങ്ങൾക്കായിരിക്കും, സമ്പത്തിൻ്റെ ആദ്യാവകാശം മുസ്ലിങ്ങളായിരിക്കും, ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം 1-2 ഘട്ടം തിരഞ്ഞെടുപ്പ് നടന്നു. നേരത്തെ ഉണ്ടായ അതേ ട്രെൻഡ് തന്നെയാണ്. അതേ ട്രെൻഡല്ല, അതേക്കാൾ കുറച്ച് കുറവ് വരെ വരുന്നു ചിലയിടങ്ങളിൽ, അതും BJPക്ക് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കും ഇത് വിൽക്കാൻ പറ്റുന്നില്ല, മനുഷ്യന്മാർക്ക് മടുത്തു. പിന്നെ മാത്രമല്ല, പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു സ്റ്റാച്ചർ ഉണ്ടല്ലോ, അതിനൊരു പദവിയും മഹത്വമൊക്കെ ഉണ്ടല്ലോ. എന്ത് തന്നെയാണല്ലോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ ഓഫീസിനൊരു മഹത്വമുണ്ട്. ഇയാൾ എന്താണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു മനോഗതിയിലേക്ക് ഇന്ത്യക്കാർ വന്നോ എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോഴാണ് വളരെ പെട്ടെന്ന് അദ്ദേഹം കാശിയുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് വൈകാരികനാകുന്നു. ഞാനും കാശിയും തമ്മിലുള്ള ബന്ധം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞിട്ട് കണ്ണീര് പൊഴിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന നിഷാദ് പറഞ്ഞ ഇൻ്റർവ്യൂ, ന്യൂസ് 8 ഇൻ്റർവ്യൂ, അതിൽ തന്നെ നോക്കൂ, ആ ഇൻ്റർവ്യൂ നടത്തുന്നത് ആരുമായിട്ടാണ്? ഇതുകൂടെ നമ്മൾ കാണും. ഇത്രയധികം നരേന്ദ്രമോദി ഇൻ്റർവ്യൂ കൊടുത്ത ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൂടെ മനസ്സിലാകും. എത്ര ഇൻ്റർവ്യൂസാണ് കൊടുത്തത്. പക്ഷേ അതിൽ ആദ്യം വരുന്ന ഇൻ്റർവ്യൂസൊക്കെ നേരത്തെ പറഞ്ഞ ഒരു വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള 3-4 പേർ ഇങ്ങനെ ഇരിക്കുന്നു, അച്ചടിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനൊരു പ്രഭാഷണം മറുപടിയായിട്ട് വരുന്നു, അടുത്ത അച്ചടി ചോദ്യം വരുന്നു, അതിനൊരു പ്രഭാഷണം മറുപടിയായിട്ട് വരുന്നു. അങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നത്. പക്ഷേ ന്യൂസ് 8 ഇൻ്റർവ്യൂ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. കാരണം ഉപചോദ്യങ്ങൾ വരുന്നുണ്ട്, കുറച്ചും കൂടെ സ്ക്രിപ്റ്റഡ് അല്ല, കുറച്ചും കൂടെ കാഷ്വലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ ഇൻ്റർവ്യൂ. അതിൽ തന്നെയുള്ള സിംബോളിസം എടുക്കുക. ആരുമായിട്ടാണ് ഇൻ്റർവ്യൂ? ന്യൂസ് 8 റൂബിക ലിയാഖത്തുമായിട്ട് സംസാരിക്കുമ്പോഴാണ്, റൂബിക ലിയാഖത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അവർ ഈ പറയുന്ന ഈ ഗോദി മീഡിയ റാബിൾ റൗസേഴ്സ് ഉണ്ടല്ലോ, അതിലെ പ്രധാനിയായിട്ടുള്ള ഒരാളാണ്. ഈ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നതിൽ മുമ്പിൽ നിന്നിട്ടുള്ള ആളാണ് റൂബിക ലിയാഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റൂബിക ലിയാഖത്ത് എന്ന പേരുള്ള ആങ്കറെ തന്നെ ഇതിൽ കൊണ്ടുവരുന്നു. എവിടെ വെച്ചാണ് നടത്തുന്നത്? ഗംഗയുടെ തീരത്ത് വെച്ച്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ ഗംഗയുടെ തീരത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം റൂബികയോട് മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം. ഞാൻ മുഹറം പ്രൊസഷനിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, എന്താണ് താജിയ. മുഹറം പ്രൊസഷൻ ഉപയോഗിക്കുന്നത് എന്തോ സംഗതിയായിരിക്കും, എനിക്കത് അറിയില്ല എന്താണ് നമ്മളെ നാട്ടിൽ മുഹറം പ്രൊസഷനിൽ. അപ്പോൾ അത് എന്താണെന്ന് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന റൂബികയാണ്, താജിയ എന്താണെന്നുള്ളത്. പിന്നെ
പെരുന്നാളിന് എൻ്റെ വീട്ടിൽ ഭക്ഷണം വെക്കാറില്ല. ഇതിന് ഇതിന് ഭക്ഷണം വെക്കാറില്ല. ചുറ്റും മുസ്ലിങ്ങളാണ്, അവർ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവരികയാണ്. പിന്നെ സ്ഥിരം സർവ്വ ഇസ്ലാമോഫോബുകളും എപ്പോഴും എടുത്തു വീശുന്നൊരായുധമുണ്ട്. ഫ്രണ്ട്സ് എനിക്കൊരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഇത് സർവ്വ ഈ ഹെയ്റ്റ് മോങ്കേഴ്സിൻ്റെയും സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റാസിഖ് റഹീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ തേടി പോലീസ് വരികയാണ് ഈരാറ്റുപേട്ടയ്ക്ക്. പോലീസ് വരുന്ന മാത്രമല്ല, വരുന്ന വഴിക്ക് സകല കടയിലും കോഴിപ്പിടിയിലും പിന്നെ പച്ചക്കറി കടയിലും ഹോട്ടലിലും എല്ലായിടത്തും കയറി ഇവനെക്കുറിച്ച് ചോദിക്കുക, നാട്ടിലാകെ ഒരു ഭീതി ഉണ്ടാക്കുക. അപ്പോൾ ഇവൻ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നു, എന്തിനാണ് നിങ്ങൾ ഈ പണിയെടുത്തത്, ഇത് ശുദ്ധ ഇസ്ലാമോഫോബിയാണ്, അതാണ്. ഈ പോലീസുകാർ എനിക്കിഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സർവ്വ തോന്നിവാസങ്ങളും ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റാണ് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്ന വാദം. നോക്കൂ, ആ വാദത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു വങ്കത്തരം ആലോചിച്ച് പോകും. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് ഒരാളൊരു ക്ലെയിമായിട്ട് ഒരു വാദമായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഒരു അബ്നോർമലായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന ഒരു വിചാരത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട് എന്നുള്ളത് എൻ്റെ എന്തോ ഒരു സവിശേഷമായ ഔദാര്യമാണ് എന്ന ഒരു മനോഘടനയിൽ നിന്നാണത് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് പറയുന്നത്, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. ഗോദ്രയ്ക്ക് ശേഷം അതിൽ ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്നൊരു നറേറ്റീവ് അത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പം മുസ്ലിം വിരുദ്ധനായാൽ എന്താ കുഴപ്പം? ഞാൻ എത്ര അളവിൽ മുസ്ലിം വിരുദ്ധനാകുന്നുവോ അത്ര അളവിൽ എൻ്റെ അനുയായികൾക്കിടയിൽ എൻ്റെ സ്വീകാര്യത വർദ്ധിക്കും എന്നുള്ളതാണ് മോഡിയെപ്പോലുള്ള ആളുകളെ നയിക്കുന്ന ചിന്ത. പക്ഷേ ഒരു പ്രധാനമന്ത്രി ആയിരിക്കുക, അത് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് ഇങ്ങനൊരു ഇമേജുമായി പോകുന്നത് ഗുണകരമാവില്ല എന്ന തിരിച്ചറിവ് നിശ്ചയമായി മോഡിക്കുണ്ടാവും. ഏത് ഭരണാധികാരിക്കും അത് ഉണ്ടാവണം, അല്ലാതെ ലോകത്ത് ഒരു ഭരണാധികാരിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് വരുന്ന പലതരം വിശകലനങ്ങളുണ്ട്. ഒന്ന് നോക്കൂ, 400 ബാർ എന്ന് പറഞ്ഞ് തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ 272 എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്നത്. 272 എത്തില്ല, ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നന്ന ചുരുങ്ങിയത് നമ്മളുടെ ഈവൻ ഗോഡി മീഡിയയിൽ പോലും ഇതൊരു ചർച്ചയാകുന്നൊരു ഘട്ടം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ഇമേജ് ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് മോഡി വിചാരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, രാജംസ്, ഇപ്പോൾ ഈ മുസ്ലിം വിരുദ്ധതയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോടും ചോദ്യങ്ങളോടും ഇത്രയും ആഴത്തിലും വിശദമായും മോദി വിശദീകരിച്ച ഒരു ഘട്ടമില്ല. അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ പല അർത്ഥങ്ങളുള്ള വാചകങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയൊക്കെയാണ് മോദി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത്, ഇത് കഴിഞ്ഞു, ഇതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ്, സംഗതി കഴിഞ്ഞു, ആളുകൾക്കിത് അശ്ലീലമായിട്ട് തോന്നുകയാണെന്നുള്ള ഫീഡ്ബാക്ക് ആയിരിക്കുമോ കാര്യം? ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ചെറിയൊരു കോളത്തിൽ ഈ ഇലക്ഷൻ, ഇത് നമ്മുടെ എന്താണ് പറയുക, ഇലക്ഷന് വേണ്ടി ഇങ്ങനെ നടന്ന് സർവേ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആളുകളോട് സംസാരിച്ചൊക്കെ എഴുതുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിശബ്ദത ഇങ്ങനെ തളം കെട്ടുകയാണ് വോട്ടർമാർക്കിടയിൽ നിന്നാണ്. സൈലൻസ് ഇങ്ങനെ ഓളം വെട്ടുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അയാളൊരു ചായക്കടയിൽ പോയിരിക്കുന്നു, ആളുകളോട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തവണ ഈ സീറ്റ് BJP തോക്കും എന്ന് ഞാൻ പിന്നെ പറയാം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ BJPയുടെ ഒരു കാര്യാർത്ഥം ഇരിക്കുന്നുണ്ട്, അയാൾ പോയി കഴിഞ്ഞിട്ട് പറയാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ വിശദീകരിക്കുകയാണ്, സാധാരണ മനുഷ്യന്മാരാണ്. അപ്പോൾ ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കില്ലർ സൈലൻസാണ്. ആ സൈലൻസ് എന്താണെന്നുള്ളത് മോദിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോദി ഈ ഹേറ്റ് സ്പീച്ച് നടത്തുന്ന സമയത്ത് നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. രാജസ്ഥാനിൽ രജ്പുത്തുകൾക്കെതിരെ ഒരു BJP നേതാവ് നടത്തിയ പരാമർശം രജ്പുത്തുകൾക്കിടയിൽ BJPക്കെതിരായ വലിയ രോഷത്തിന് കാരണമുണ്ടായിരുന്നു. ഒന്ന്, ആ രജ്പുത്ത് വിഭാഗത്തെ ഉത്തേജിപ്പിക്കുക, മറ്റൊന്ന് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക. അതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. അതാണ് അവരുടെ പ്രവർത്തകർ താഴെ തട്ടിലിറങ്ങി BJPയുടെ ഷുവർ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം ഷുവർ വോട്ടുകളെ പോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഹേറ്റ് സ്പീച്ച് നടത്തുന്നത്. ഹേറ്റ് സ്പീച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ടങ് സ്ലിപ്പ് വരുന്നതോ, ഇപ്പോൾ മോദി നല്ല കമ്മ്യൂണിക്കേറ്ററാണ് ദൗസാഹിബ് പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ, മോദി നല്ല കമ്മ്യൂണിക്കേറ്റർ ആവുന്നത് അദ്ദേഹത്തിന് വേണ്ടി അത് സ്ക്രിപ്റ്റ് ചെയ്യാൻ ആളുള്ളതുകൊണ്ടാണ്. അതർവൈസ് ഒരു ടെലിപ്രോംപ്റ്റർ പണി മുടക്കിയാലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മാറിപ്പോയാലോ പണി പാളുന്ന ഒരാൾ മാത്രമാണ് മോദി.
നമ്മൾ ഒരാളെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പറയണ്ടല്ലോ. MRS സിരിസേന എന്നൊക്കെ ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന ഒരാൾ മികച്ച കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹത്തിന് റിസർച്ച് വിങ് ഉണ്ട്, എവിടെ എന്ത് ഉൾപ്പെടണം, എന്ത് പറയണം. പക്ഷെ ധ്രുവ് റാട്ടിക്ക് ടെലിപ്രോംപ്റ്ററിൽ MRS സിരിസേന ധ്രുവ് റാട്ടി പറയില്ല. ധ്രുവ് റാട്ടിക്കുണ്ട് റിസർച്ചേഴ്സ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഫീഡ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഗുസ്പേട്ടിയം എന്നോ അദ്ദേഹം പറയുമ്പോൾ ആ മുഖത്തുണ്ടാവുന്ന ക്രൗര്യമുണ്ട്. അത് എവിടെ നിന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്? ഇവരുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യത്തെ അവകാശി അവന്മാരാണ് എന്ന് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ എന്താ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം എടുത്ത് ഗുസ്പേട്ടിയോं को दे देंगे और ज़्यादा बच्चा पैदा करने वालों को दे देंगे എന്ന് പറയുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഭാവമുണ്ട്. അതൊക്കെ നന്നായിട്ട് അദ്ദേഹം ചെയ്യും. ആ ക്രൗര്യം, ദുഷ്ടത്തരം ഇങ്ങനെ മുഖത്ത് വരികയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വോട്ട് പോൾ ചെയ്യിപ്പിക്കണം. BJP പക്ക ഷുവർ ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് ഇപ്പോൾ ഈ നടക്കുന്ന റൂബിക്ക ലിയാഖത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂ അതും ഒരർത്ഥത്തിൽ സ്ക്രിപ്റ്റഡാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ പറഞ്ഞത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് 4ാം ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇനി UP-യിലേക്ക് ഇനി ഇതും പറഞ്ഞുകൊണ്ട് നിന്നാൽ കൂടുതൽ ഡാമേജാണ് ഉണ്ടാവുക. അത് ഇപ്പോൾ അദ്ദേഹം ഇതും പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ വരാൻ പോരുന്ന ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ റാലി നടക്കുന്നുണ്ട് മോദിയുടെ. അവിടെ അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒറിജിനൽ ശിവസേന നമ്മളോടൊപ്പം ഉണ്ട്, ഒറിജിനൽ NCP നമ്മളോടൊപ്പം ഉണ്ട്, വ്യാജ ശിവസേനക്കാർ അവരോടൊപ്പമാണ് എന്നൊക്കെ ആ രീതിയിലാണ് രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, അവിടെ പ്രസംഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, 4-5 ദിവസം മുമ്പ് ശരത് പവാർ ഒരു മറാഠി വാരികയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ജൂൺ 4-ാം തീയതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും കോൺഗ്രസിൽ ലയിച്ചേക്കും എന്ന് ശരത് പവാർ പറയുന്നുണ്ട്. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ അതേ ഐഡിയോളജിയുള്ള ധാരാളം പാർട്ടികൾ ഇപ്പോൾ ഇന്ത്യ അലയൻസിലുണ്ട്. ഉദാഹരണത്തിന് NCPയും കോൺഗ്രസിൻ്റെ ഒരേ ഐഡിയോളജിയാണ്. ഞങ്ങൾ ഒരുമിച്ച് എത്രയോ നാളുകളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, നാളെ ചിലപ്പോൾ അത് മെർജ് ചെയ്യാൻ സാധ്യതയില്ലാതെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാനുള്ള ശക്തി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചെറിയ പാർട്ടികൾ ഒന്നിക്കാൻ പോവാണ്, ഇവർ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള മെസ്സേജാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഇതുവരെ നമ്മൾ കേട്ട തരത്തിലുള്ള വിഷമമിപ്പിക്കുന്ന ഒരു പ്രസംഗവും മഹാരാഷ്ട്രയിൽ അദ്ദേഹം നടന്നില്ല. അതിനർത്ഥം അത് തിരിച്ചടിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. റൂബിക്ക ലിയാഖത്തിനെ തന്നെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ News 18 ആണ്, റിലയൻസിൻ്റെ ചാനലാണ്, അതാണ് ഏറ്റവും വിഷ ഉൽപ്പാദക ഫാക്ടറി എന്ന് പറയാവുന്ന. ഒരുപക്ഷെ ഈ ഹെയ്റ്റ് മോങ്കേഴ്സ് പറയുന്നതിനേക്കാൾ മോശം രീതിയിൽ അവർക്ക് കുറേ അധികം ആങ്കേഴ്സ് ഉണ്ട്. അമേഷ് ദേവ്ഗൺ, പിന്നെ എന്താണ് ആനന്ദ് നരസിംഹൻ. ഇപ്പോൾ റൂബിക്ക ആജ് തക്കിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. ആജ് തക്ക് പോരാ, News 18 തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ് അവർ. ആജ് തക്കിൽ നിന്ന് ഈ എന്താണ് സുധീർ ചൗധരി ഇങ്ങോട്ട് വന്നപ്പോൾ റൂബിക്ക News 18ലേക്ക് പോവാണ്. സീന്ന് വന്നപ്പോൾ ഇവർ News 18ലേക്ക് പോവാണ്. അപ്പോൾ റൂബിക്കയെ തന്നെ ഹാൻഡ് പിക്ക് ചെയ്യുന്നത് എന്തിനാണ്? റൂബിക്കയോട് തന്നെ എനിക്ക് ഈ കാര്യം സംസാരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്രയോ ആങ്കേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അത് ബോധപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണ്. റൂബിക്ക തന്നെ വേണം, അവരോട് ഈ ചോദ്യം ചോദിക്കണം, ഈ ചോദ്യത്തിന് ഇങ്ങനെ തന്നെ മറുപടി പറയണം. പക്ഷേ അതിൽ റൂബിക്ക ഉപചോദ്യം ചോദിക്കുന്നു പറയുമ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് മോദി, അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ റൂബിക്ക ചോദിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞതല്ലേ എങ്ങനെ എന്ന് ചോദിക്കുന്നില്ല, അങ്ങനെ ഉപചോദ്യം ചോദിക്കുന്നില്ല. മോദിയെ കൊണ്ടത് പറയിപ്പിക്കുക, മോദിയെ വികാരഭരിതനാക്കുക, മോദിയെ കരയിപ്പിക്കുക എന്നുള്ളതായിരുന്നു റൂബിക്ക ഉണ്ടായിരുന്ന മാൻഡേറ്റ്, അവർക്ക് കിട്ടിയ നിർദ്ദേശം. കാരണം ഈ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ മോദിയോട് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എത്ര ഇമോഷണൽ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നത്. അത് പലർക്കും അറിയില്ല, ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ അങ്ങ് എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങും. ഇദ്ദേഹത്തെ കരയിപ്പിക്കുക, ഇദ്ദേഹത്തെ കരയാനാവശ്യമായൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു റൂബിക്കയുടെ ദൗത്യം. അത് നല്ല കൃത്യമായിട്ട് റൂബിക്ക നിർവഹിക്കുന്നുണ്ട്. അവസാനം റൂബിക്ക ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. 2019 ഇലക്ഷൻ സമയത്ത് ഞാൻ അങ്ങേ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, അങ്ങ് എന്തുകൊണ്ട് ക്ഷീണിക്കുന്നില്ല? വളരെ വൈറലായ ഒരു ചോദ്യമായിരുന്നു അത്. അങ്ങ് എന്തുകൊണ്ട് ക്ഷീണിക്കുന്നില്ല? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ക്ഷീണിക്കുന്നില്ല? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ എന്നെ പരമാത്മാവാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ എനിക്ക് കുടുംബമില്ല എന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. കുടുംബമില്ല എന്നുള്ളത് കളിയാക്കേണ്ട ഒരു കാര്യമാണോ? ഒരു രാഷ്ട്രീയക്കാരൻ ജനാധിപത്യത്തിൽ കുടുംബമില്ലാത്തൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അയാൾ പൂർണ്ണമായും രാജ്യത്തിന് സമർപ്പിതനല്ലേ എന്ന രീതിയിൽ. അത് ഈ പറഞ്ഞത് ഒരു ഇൻ്റലിജൻസ് ആണ്, ദാവസായി പറഞ്ഞൊരു ഇൻ്റലിജൻസ് ആണ്. മോദിക്കെതിരെ ഉയരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ചായ്വാല എന്ന് വിളിച്ച് കുറേ പേര് ആക്ഷേപിച്ചു. അദ്ദേഹം എവിടെ സെല്ല് ചെയ്യുകയാണത്? ചായക്കടക്കാരുടെ സെല്ല് ചെയ്യാണ്. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് ഞാൻ, അതുകൊണ്ട് സെല്ല് ചെയ്യാണ്. ഇനി വിദ്യാഭ്യാസമില്ല, അദ്ദേഹം MRS സിരിസേന എന്ന് പറഞ്ഞുകൊണ്ട് എലീറ്റ് അർബൻ മിഡിൽ ക്ലാസ് അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹം എന്ത് പറയും? അവർ വലിയ എലീറ്റിൻ്റെ ആൾക്കാരാണ്, ഞാനൊക്കെ പാവപ്പെട്ടവരുടെ പ്രതിയാണെന്ന് പറഞ്ഞാൽ അതിനെ അദ്ദേഹം മറികടക്കും. പക്ഷേ ഇത്തവണ ഈ പറഞ്ഞ ഒരു കളിയും യേശുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഈ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. അതിലൊരു പലതരത്തിൽ പല ഘടകങ്ങൾ ജനങ്ങൾ അതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന്, 10 വർഷം എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു ഭരണാധികാരിക്ക് സ്വയം പ്രൂവ് ചെയ്യാൻ ആവശ്യമായ സമയമാണ്. 5 വർഷം എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്കാണെന്ന് കരുതുക.
പിന്നെ ഒരു 5 വർഷം കൂടി കൊടുത്തു. ആളുകൾക്ക് മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹത്തിനൊന്നും ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കില്ല എന്നവർക്ക് മനസ്സിലായി. മറ്റൊന്ന്, ഈ എന്താണ് കയറ്റിവിടുക എന്ന് പറയില്ല, ആളുകളെ ഇങ്ങനെ ഉത്തേജിപ്പിക്കുക, വർഗീയതയാവട്ടെ അല്ലെങ്കിൽ തീവ്രദേശീയതയാവട്ടെ, അങ്ങനെ ഉത്തേജിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ആൾക്ക് വയറ് വിശക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതൊക്കെ ആളുകൾ മറക്കും. ആളുകൾ ചിന്തിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് മോദിക്ക് മനസ്സിലായി തുടങ്ങി. ഇനിയുള്ള 2 ഘട്ടങ്ങൾ, ഇനിയിപ്പോൾ 5, 6, 7, ഇനി 3 ഘട്ടങ്ങളാണുള്ളത്. UPയും ബീഹാറും തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം തെലങ്കാന അത്ര പ്രതീക്ഷയില്ല. UPയും ബീഹാറിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകൾ നിലനിർത്തുക എന്നുള്ള ഒരു ഹൈ ടാസ്ക്കാണ്. അതിനുവേണ്ടി ഉള്ള ഡാമേജ് കൺട്രോൾ മാത്രമാണ് ഈ പുറത്തു വന്ന അഭിമുഖം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ പരിധിവിട്ട വെറുപ്പ്, അതിദേശീയത പോലുള്ള സംഗതികൾ ആളുകൾക്ക് മടുത്തോ, അത് BJPക്ക് അങ്ങനെ തന്നെ മനസ്സിലാവുന്നോ, അതുകൊണ്ട് മോദി ഒന്ന് കളം മാറ്റി ചവിട്ടുകയാണോ എന്ന തരത്തിലുള്ള ആലോചിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണിത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ മുസ്ലിം സ്നേഹ പ്രകടനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം.